Hi students. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മെല്ലെ മെല്ലെ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ റിയൽ നമ്പേഴ്സ്, ജസ്റ്റ് റിയൽ നമ്പേഴ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് റിയൽ നമ്പേഴ്സ്? ഓക്കെ, നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ടാവും എന്താണ് റിയൽ നമ്പേഴ്സ്. ഇവിടെ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ യൂണിയൻ ഓഫ് റാഷണൽ നമ്പർ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്, അതിനെയാണ് നമ്മൾ റിയൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ യൂണിയൻ എന്ന് പറഞ്ഞാൽ? യൂണിയൻ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പറും കൂടെ കൂടിയിട്ടുള്ള ടോട്ടൽ ദ ഹോൾ നമ്പേഴ്സ് ഉണ്ടല്ലോ, അതിനാണ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, ഇപ്പൊ റാഷണൽ നമ്പേഴ്സ് പ്ലസ് റാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ യൂണിയൻ ഓഫ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് ദാറ്റ്സ് കോൾഡ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, അത് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ എൻറ്റിറ്റീസ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അതിൽ റാഷണൽ നമ്പർ എന്താണെന്ന് നോക്കാം. റാഷണൽ നമ്പർ ഇവിടെ ജസ്റ്റ് അവർ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട് എന്താണ് റാഷണൽ നമ്പർ എന്നത്. ഓക്കെ, ഇവിടെ നോക്കട്ടെ, റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? P/Q ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിന് പറയുന്ന പേരാണെന്ത്? റാഷണൽ നമ്പർ. എന്താ പറയുന്നത്? റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ Q നോട്ട് ഈക്വൽ ടു 0 ആണ്. നമുക്കറിയാലോ ഡിനോമിനേറ്റർ 0 ആണെന്നുണ്ടെങ്കിൽ അത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. സോ Q നോട്ട് ഈസ് ഈക്വൽ ടു 0. എന്താണ് അപ്പൊ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് ക്യാൻ ബി ഈ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സ്. അപ്പൊ ഈ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്? റാഷണൽ നമ്പേഴ്സ്. അപ്പൊ നമുക്ക് തോന്നുന്നു P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ഉണ്ടോ? ഉണ്ട്. ഫോർ എക്സാമ്പിൾ, റാഷണൽ നമ്പേഴ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് പൈ. പൈ ഒരു റാഷണൽ നമ്പറാണ്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നും, 22/7 എന്ന് നമ്മൾ പൈനെ പറയാറില്ലേ, സോ അതിനെ P/Q ഫോമിൽ എഴുതാൻ പറ്റൂലേ? ഈ 22/7 എന്ന് പറയുന്നത് ആക്ച്വലി ഇത് അക്യുറേറ്റ് വാല്യൂ അല്ല. 22/7 എന്ന് പറയുന്നത് പൈയുടെ യഥാർത്ഥ വാല്യൂ അല്ല, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ശരിക്കും പൈനെ P/Q ഫോമിൽ എഴുതാനേ പറ്റൂല. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോൾ നമ്മൾ പൈയുടെ വാല്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം 3.14159265359 എക്സെട്ര. അതൊരിക്കലും എൻഡ് ചെയ്യില്ല. ഇപ്പൊ നമ്മൾ നോക്കട്ടെ, ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു, റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ്. ഇപ്പൊ എഴുതാൻ പറ്റുന്നതിനാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്, പറ്റാത്തതിനെയാണ് എന്താ പറയുക? റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സിന് ഒരു എക്സാമ്പിൾ ആണ് പൈ. അപ്പൊ പൈയുടെ വാല്യൂ ഒക്കെ 3.1415 കണ്ടോ, ഒരിക്കലും എൻഡ് ചെയ്യൂല, അതിങ്ങനെ എക്സെട്ര എന്ന് പറഞ്ഞു പോകും. അപ്പോ റാഷണൽ നമ്പേഴ്സിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് നോൺ ടെർമിനേറ്റിംഗ്. എന്താണ് ഫസ്റ്റ് പ്രോപ്പർട്ടി? ദ ഇറാഷണൽ നമ്പേഴ്സ്. ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതുന്നു? ഇറാഷണൽ നമ്പേഴ്സ് വളരെ ഷോർട്ട് ആയിട്ട് എഴുതുന്ന ഇറാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്തായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും. എന്താ ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ? എൻഡ് ചെയ്യാം. നോൺ ടെർമിനേറ്റിംഗ് എൻഡ് ചെയ്യാത്തത്. ഇപ്പൊ ഇറാഷണൽ നമ്പേഴ്സ് ഡെസിമൽ ഫോമിലൊക്കെ എഴുതുമ്പോൾ നമുക്കത് ഒരിക്കലും അതിന്റെ അക്യുറേറ്റ് വാല്യൂ ടെർമിനേറ്റ് ആവില്ല, അതിങ്ങനെ എന്ത് ചെയ്യും? ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നോൺ റിപ്പീറ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ എന്തായിരിക്കും? നോൺ റിപ്പീറ്റിംഗ് ഓർ നോൺ റിക്കറിംഗ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 3.333333 എക്സെട്ര. ഇവിടെ ഇത് നോക്കുമ്പോൾ നമുക്കറിയാം ഇത് നോൺ ടെർമിനേറ്റിംഗ്. ഇത് ടെർമിനേറ്റ് ചെയ്യും അങ്ങനെ പോകുമ്പോൾ? ഒരിക്കലും ടെർമിനേറ്റ് ചെയ്യില്ല. പക്ഷേ ഇത് റിപ്പീറ്റിംഗ് ആണ്, ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഇറാഷണൽ നമ്പേഴ്സ് എന്തായിരിക്കില്ല? റിപ്പീറ്റിംഗും ആയിരിക്കില്ല. ഓക്കെ, അതിനാണെന്ന് പറയുന്നത് എന്ത്? റാഷണൽ നമ്പേഴ്സ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ 3.15 ഇതാണെങ്കിൽ 3.15 ബാർ എന്ന് വിളിക്കാം. സോ ഓക്കെ, ഇപ്പൊ എന്തായിരിക്കില്ല? റിപ്പീറ്റിംഗ് ആയിരിക്കില്ല, ഒരു പാറ്റേൺ റിപ്പീറ്റിംഗ് ആവുന്നത്. അല്ലെങ്കിൽ വേറെ ഒന്ന് 3.12345 123 വീണ്ടും 45 അങ്ങനെ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാം. ഒക്കെ എന്തല്ല
റാഷണൽ നമ്പേഴ്സ് അല്ല. റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും, നോൺ റിക്കറിങ് ആയിരിക്കും. ഇതൊന്നും നിങ്ങൾ ഇവിടെ പഠിച്ചതല്ല, ഇതൊക്കെ എവിടെ പഠിച്ചതാണ്? ഇവിടെ 9th പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ റിയൽ നമ്പേഴ്സ് എന്നുള്ള പറഞ്ഞ കൺസെപ്റ്റ് ഒന്ന് ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ യൂണിയൻ ഓഫ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് റാഷണൽ നമ്പേഴ്സ് കോൾഡ് എന്ത്? റിയൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്താണെന്നോ? റാഷണൽ നമ്പേഴ്സ് ആണ് P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നത്. പറ്റാത്തതിന് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് പറയും. റാഷണൽ നമ്പേഴ്സിന് രണ്ട് പ്രോപ്പർട്ടീസ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും, നോൺ റിപ്പീറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ പറയുന്നത് നോൺ റെക്കറിംഗ് ആയിരിക്കും എന്ന് നമ്മൾ പറയും. ഓക്കെ, അതാണ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളതാണ് ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. എന്താണെന്ന് നമുക്ക് താഴെ പറയാം. ആദ്യം നമുക്ക് തിയറം വായിച്ചു. തിയറം 1.1 ആയിട്ട് പറയുന്നത് ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് എന്താ പറയുന്നത്? എവ്രി കോമ്പോസിറ്റ് നമ്പർ. എന്താണ് കോമ്പോസിറ്റ് നമ്പർ? നോക്കട്ടെ, ആദ്യം ഇതൊന്ന് ജസ്റ്റ് വായിക്കാം. കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് as a product of primes, and this factorization is unique apart from the order in which the prime factors occur. ശ്രദ്ധിച്ചോ? അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പ്രൈം നമ്പർ എന്താണെന്നുള്ളതും രണ്ടാമതാണ് കോമ്പോസിറ്റ് നമ്പർ എന്താണെന്നുള്ളതും. പ്രൈം നമ്പർ എന്താണെന്നുള്ളതും കോമ്പോസിറ്റ് നമ്പർ എന്താണ്. Prime numbers the prime numbers have only two factors. Prime numbers ആണ് two factors ഉള്ള നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് അതിൽ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഒരു ഫാക്ടർ എന്തായിരിക്കും? 1 ആയിരിക്കും. അതിൽ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൺലി ടു ഫാക്ടേഴ്സിലെ നമ്പേഴ്സിനെയാണെന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിലത്തെ ഒരു ഫാക്ടർ 1 ആയിരിക്കും. ദ ഐദർ ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് തന്നെ ആയിരിക്കും. ഓക്കെ, ആ നമ്പർ അതിൻ്റെ തന്നെ ഫാക്ടർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 2 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. 2 എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പർ. 2നെ നമുക്ക് എങ്ങനെയായിട്ട് എഴുതാൻ പറ്റും? രണ്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? 1 × 2 ഇങ്ങനെ എഴുതാം. വേറെ ഏതെങ്കിലും രണ്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. സോ 1 × 2. സോ 1 എന്ന് പറയുന്നത് 2ന്റെ ഫാക്ടറാണ്, 2 എന്ന് പറയുന്നതും അതിന്റെ ഫാക്ടറാണ്. സോ അതിനുണ്ട് 1ഉം ഫാക്ടറാണ് ഇറ്റ്സെൽഫ്, അത് ആ നമ്പറിന്റെ തന്നെ ഫാക്ടർ. അടുത്തൊരു ഫ്രാക്ഷൻ ആണ്, അടുത്തൊരു പ്രൈം നമ്പർ ആണ് 3. 3 എന്ന് പറയുന്നത് അത് അനദർ ഇതാണ്, 1 × 3 മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ 5 എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്, ഒരു പ്രൈം നമ്പറാണ്, 1 × 5. ഓക്കെ, അങ്ങനെ പോയിട്ട് അതുപോലെ തന്നെ 7 = 1 × 7 മാത്രമേ ഉള്ളൂ, വേറെ നമ്പേഴ്സ് ഇല്ല. ഇനി അപ്പൊ എന്താണ് കോമ്പോസിറ്റ് നമ്പർ? അപ്പൊ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇനി ഫോർ എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. 4 എന്ന് പറഞ്ഞാൽ 1 × 4 4 ആണ്. അതുപോലെ തന്നെ 2 × 2 എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. സോ ഇവിടെ 4ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1 4ന്റെ ഫാക്ടറാണ്, 4 4ന്റെ ഫാക്ടറാണ്, 2 4ന്റെ ഫാക്ടർ. 2 × 2 ആയതുകൊണ്ട് പിന്നെ 2 2 എഴുതണ്ട, ഒരു 2 എന്ന് എഴുതിയാൽ മതി. അപ്പൊ 4ന് നോക്കാം എന്താ? മോർ ദാൻ 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പോസിറ്റ് which have more than 2 factors, more than 2 factors. അതിനാണ് എന്ത് പറയുന്നത്? കോമ്പോസിറ്റ് നമ്പർ. അപ്പൊ പ്രൈം നമ്പർ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഫണ്ടമെന്റൽ തിയറം മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് വാട്ട് ഈസ് പ്രൈം നമ്പർ ആൻഡ് വാട്ട് ഈസ് ദ കോമ്പോസിറ്റ് നമ്പർ. ഓക്കെ, അപ്പൊ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ they have only 2 factors. അതെന്തൊക്കെയായിരിക്കും? 1ഉം ആൻഡ് ഇറ്റ്സെൽഫ്. അതിനാണ് പ്രൈം നമ്പർ. ഫോർ എക്സാമ്പിൾസ് ഞാൻ വേണമെങ്കിൽ കുറച്ച് പ്രൈം നമ്പേഴ്സ് എഴുതി തരാം. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 3 5 7 8 അല്ല, 9 അല്ല, കാരണം 8 തവണ 4 × 2 ആണ്. 9 അല്ല, 10 അല്ല, 11 5. ഓക്കെ, 12 അല്ല, കാരണം 6 × 2. ഓക്കെ, അതുപോലെ തന്നെ 13 ഒരു പ്രൈം നമ്പറാണ്. 14 അല്ല, 15 അല്ല, 16 അല്ല, 17. ഓക്കെ, 18 അല്ല, 19. അപ്പൊ ഇതൊക്കെയാണ് പറയുന്നത് കുറച്ച് പ്രൈം നമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ 1 × 2 1 × 3 1 × 5 1 × ഏതൊക്കെ ഉണ്ടാവുള്ളൂ? ഓൺലി 2 ഫാക്ടേഴ്സ്, ദ 1 ആൻഡ് ഇറ്റ്സെൽഫ്. ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലടാ, ഒരു നമ്പേഴ്സിന്റെ രണ്ട് നമ്പേഴ്സ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതൂലേ?
മൾട്ടിപ്ലൈ അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതുമ്പോൾ അതിലുള്ള നമ്പേഴ്സിനെ പറയുന്നതാണ് ജസ്റ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ചില അപ്പോൾ നോക്കണം 4 എന്തല്ല പ്രൈം നമ്പർ അല്ല. സോ ബിക്കോസ് they have the composite number they have more than 2 factors. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രൈം നമ്പേഴ്സ് അല്ലാത്ത എല്ലാ നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. പ്രൈം നമ്പേഴ്സ് അല്ലാത്ത എല്ലാ നമ്പേഴ്സും എന്തായിരിക്കും? കോമ്പോസിറ്റ് നമ്പർ. ഓക്കെ ഓക്കെ. അപ്പോൾ എന്താ ഇനി ഫണ്ടമെന്റൽ തിയറത്തോട്ട് വരാം. ഫണ്ടമെന്റൽ തിയറം എന്ന് വെച്ചാൽ എവറി കോമ്പോസിറ്റ് നമ്പർ, എല്ലാ കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? എങ്ങനെ? ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ്. പ്രൈം നമ്പേഴ്സിന്റെ എല്ലാ കോമ്പോസിറ്റ് നമ്പറിനെയും പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും എന്നാണ് എന്ത് പറയുന്നത്? ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഫാക്ടറൈസേഷൻ, ഇങ്ങനെ കോമ്പോസിറ്റ് നമ്പറിന് പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുന്നതിന് പറയുന്ന പേരാണ് ഫാക്ടറൈസേഷൻ. ഓക്കെ, നമ്മൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാച്ച പ്രൈം ഫാക്ടറൈസേഷൻ ഈസ് യൂണീക്ക്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈസ് യൂണീക്ക്. ഇവിടെ ഒരു കോമ്പോസിറ്റ് നമ്പറിന് ഉണ്ടാകുന്ന പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ ചെയ്യുന്ന കിട്ടുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അത് വേറെ ഒന്നിനും ഉണ്ടാവില്ല. യുണീക്ക് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലെ. എൻ്റെ ഫിംഗർ പ്രിന്റ് ആർക്കെങ്കിലും ഉണ്ടാവും? അല്ലെങ്കിൽ നമ്മുടെ കോർണിയ, നമ്മുടെ എന്താ പറയുക, ഐലിലെ ഐറിസോ എന്തോ കോർണിയ എന്തോ യുണീക്കാണ്. അത് വെച്ചിട്ട് നമ്മുടെ ഫേസ് ഐഡന്റിറ്റിക്ക് ഐഡന്റിഫൈ. സോ അതുപോലെ യുണീക്ക് ആയിരിക്കും. ഓക്കെ, അതുപോലെ എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. മനസ്സിലായോ? ഇതാണെന്ന് പറയുന്നത് ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഒരു കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കോമ്പോസിറ്റ് നമ്പറാണ് 8. 8നെ എങ്ങനെയാണ് ഞാൻ പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ നോക്കിയപ്പോൾ 8നെ ഞാൻ ഫസ്റ്റ് ആദ്യ പ്രൈം നമ്പർ ഏതാ? 2 അല്ലേ? 2 വെച്ച് ഡിവൈഡ് ചെയ്യും. സോ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 4 കിട്ടും. 4നെ ഞാൻ 2 കൊണ്ട് ആദ്യ പ്രൈം നമ്പർ ആയിട്ടുള്ള 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് ചെയ്യാൻ പറ്റും. സോ 4/2 is equal to 1/2. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. അതായത് 8നെ എനിക്ക് വേണമെങ്കിൽ 2 into 2 into 2 എന്ന് എഴുതാം. ഈ 2 ഒക്കെ എന്താണ്? പ്രൈം നമ്പേഴ്സ് അല്ലേ? സോ ഇവിടെ 8 എന്നുള്ള കോമ്പോസിറ്റ് നമ്പറിനെ പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ള 2ന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതും. ഓക്കെ, ഒന്നല്ലെങ്കിൽ 2 into 2 എന്ന് എഴുതാം. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 8 is equal to 2 cube എന്ന് എഴുതും. ഓക്കെ, 8 is equal to 2 cube. 2 cube എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും 2 into 2 into 2 3 times. ഇത് വേണമെങ്കിൽ വേറെ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ വേറൊന്ന് 15 എന്താണ്? ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. ഇപ്പോൾ കോമ്പോസിറ്റ് നമ്പർ ഞാൻ ആ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ ഫസ്റ്റ് പ്രൈം ആയിട്ടുള്ള 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം അതിന് ലാസ്റ്റ് നമ്പർ ഈവൻ അല്ല. സോ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ 2 കൊണ്ട് പറ്റില്ലെങ്കിൽ വേണ്ട, നമുക്ക് അടുത്ത പ്രൈം നമ്പർ എടുക്കാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 15നെ പറ്റും അല്ലേ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? 5 വീണ്ടും നമുക്കൊരു പ്രൈം നമ്പർ കിട്ടിയാൽ പിന്നെ 5നെ 5 കൊണ്ട് 1. അതായത് എനിക്ക് 15 എന്ന കോമ്പോസിറ്റ് നമ്പറിനെ പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ള 3 into 5 അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? 15 എന്ന കോമ്പോസിറ്റ് നമ്പറിനെ പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ള 3 into 5 ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. സോ ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. ഇത് ഓരോ കോമ്പോസിറ്റ് നമ്പറിനും യുണീക്ക് ആയിരിക്കും. അതാണ് ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് പറയുന്നത്. ഓക്കെ, ഇനി ജസ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. മേ ബി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ജസ്റ്റ് നോക്കാം. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കണം. കൺസിഡർ ദ നമ്പർ 4/n where n is natural numbers. Okay, 4/n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ്. എന്താ നാച്ചുറൽ നമ്പേഴ്സ്? 1 2 3 4 4 etc. to infinity. Check whether there is any value for n which 4/n ends with 0. 4 ചോദിച്ചിട്ടുള്ളത് 4/n എന്നിന് ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടുന്ന ആ പവറിന്റെ വാല്യൂ 0 അവസാനിക്കുമെന്ന് ചോദിച്ചത്. നെവർ, ഇറ്റ് പോസിബിൾ അല്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനെ പറഞ്ഞുതരാം. ഇപ്പൊ എന്താണ് ഒരു 10 അല്ലെ? ഇപ്പൊ നോക്കട്ടെ, ഒരു നമ്പർ 0യിൽ എൻഡ് ചെയ്യാന്ന് മീൻസ്, ഇവിടെ ഒരു നമ്പർ 0യിൽ എൻഡ് ചെയ്യാന്ന് മീൻസ് അത് 10ന്റെ മൾട്ടിപ്പിൾ ആണ് എന്നല്ലേ എൻ്റെ മീനിങ്. ഫോർ എക്സാമ്പിൾ 430 എന്ന് പറയുന്നത് എൻഡ് വിത്ത് 0 ആണ്. ഇതിനെ നമുക്ക് 43 into 10 എഴുതാലോ. അതായത് ഒരു നമ്പർ
സീറോയിൽ എൻഡ് ചെയ്യാന്ന് മീൻസ് അത് 10ന്റെ മൾട്ടിപ്പിൾ ആണെന്നുള്ള മീൻ. എന്താണ് 10ന്റെ, നമ്മൾ ജസ്റ്റ് ഒന്ന് 10നെ ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. 10നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. അതായത് 10നെ എനിക്ക് എങ്ങനെ എഴുതാം? 10 is equal to 5 into 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നോക്കടാ, ഒരു നമ്പർ ലാസ്റ്റ് സീറോയിൽ എൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്ന ഒരു 10ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതുപോലെ തന്നെ അപ്പൊ ആ നമ്പറിൽ 10 ഇൻക്ലൂഡഡ് ആണല്ലോ, അല്ലെങ്കിൽ 10 അതിന് മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമല്ലോ. സോ 10ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ കിട്ടുമ്പോൾ നമുക്ക് 5 into 2 എന്തായാലും വരും. അതായത് ഒരു നമ്പർ ലാസ്റ്റ് സീറോയിൽ എൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു നമ്പർ ലാസ്റ്റ് സീറോയിൽ എൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ, പ്രൈം ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുക, അതിനാണ് പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ. അപ്പം പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഏതൊക്കെ വരണം? 5ഉം വരണം, 0യും വരണം, ആൻഡ് ആണ്, രണ്ടും വരണം. ഓക്കെ, 5ഉം വരണം, 2ഉം വരണം. എന്നാലേ ഒരു നമ്പർ 5 2 വന്നാൽ എന്തായാലും വരണം. വന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാത്തിനും കേസിൽ വന്നോന്നില്ല, പക്ഷെ വരല് നിർബന്ധം. ഓക്കെ, 5ഉം 2ലും ഒരു കമ്പൽസറി. 5 2 വരല എന്താണ് കമ്പൽസറി. അപ്പൊ 5ഉം വരണം, 2ഉം വരണം. അതായത് ഒരു നമ്പർ 0യിൽ എൻഡ് ചെയ്യുന്നുണ്ടോ അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ള 2ഉം 5ഉം വന്നിരിക്കണം. ഓക്കെ, അതാണ് അതിന്റെ മീനിങ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. അപ്പൊ അതാണ് നമ്മുടെ ഇവിടുത്തെ കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4n. ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് മാറ്റി എഴുതാണ്. വാട്ട് ഈസ് 4? 4n. വാട്ട് ഈസ് 4? 4 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? സോ ഞാൻ ഈ 4ന് പകരം 2 എന്ന് എഴുതും. ഹോൾ റൈസ് ടു n. 4ന് പകരം ജസ്റ്റ് എന്തെങ്കിലും 2 അല്ലെങ്കിൽ 2 സ്ക്വയർ എന്ന് എഴുതും. 2 സ്ക്വയർ റൈസ് ടു n. നമ്മൾ വേണമെങ്കിൽ നമ്മുടെ ഇത് വെച്ച് എഴുതുമ്പോൾ എന്തെങ്കിലും 2 അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് a raised to m the whole raised to n എന്ന് പറഞ്ഞാൽ a raised to mn. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 സ്ക്വയർ all raised to n എന്ന് പറഞ്ഞാൽ 2 2n ആണ്. ഓക്കെ, അപ്പൊ 2n വാട്ടെവർ എന്തായിക്കോട്ടെ, ഇതൊരു നാച്ചുറൽ, ഇവിടെ വേറെ n is equal to നാച്ചുറൽ നമ്പർ. ഇത് എന്തോ ആയിക്കോട്ടെ, ഇവിടെ ഏതിന്റെ പവർ മാത്രമേ ഉള്ളൂ? ഇവിടെ ഏതിന്റെ പവർ മാത്രമേ ഉള്ളൂ? നമ്മൾ 4n ഏത് നാച്ചുറൽ നമ്പേഴ്സ് കൊടുത്താലും അതിൽ 2ന്റെ പവേഴ്സ് മാത്രമേ വരുള്ളൂ. 5 എന്നുള്ള ഒരു പ്രൈം നമ്പർ അതിൽ വരുന്നില്ല. സോ ഒരിക്കലും നെവർ പോസിബിൾ ആണ്. എന്ത് ചെയ്യില്ല, 0 വെച്ച് എൻഡ് ചെയ്യില്ല. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ഒന്ന് വായിച്ചു നോക്കാം. ഇഫ് ദ നമ്പർ 4n for any n were end with digit 0, then it would be divisible by 5. ഇവർ നേരെ തിരിച്ചു പറഞ്ഞെന്നുള്ളൂ. ഞാൻ പറഞ്ഞു പ്രൈം നമ്പർ ആയിട്ട് ഫാക്ടർ ആയിട്ട് വരണം പറഞ്ഞു. ഇവർ പറഞ്ഞു ഇവിടെ ഏത് നമ്പർ 0 ആയിട്ട് എൻഡ് ചെയ്യുന്ന ഏത് നമ്പർ എടുത്തോ അത് എന്തായിരിക്കും, ഡിവിസിബിൾ 5 ആയിരിക്കണം. അല്ലെങ്കിൽ 5 എന്ന് പറയുന്നത് അതിന്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ വരണം 5 എന്നുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 4n. 4n would contain the prime number 5 contain ചെയ്യുന്നുണ്ടോ? ഇല്ല. This is not possible because 4n എന്ന് പറഞ്ഞാൽ 2n. അതെങ്ങനെ വന്നു ഞാൻ നേരത്തെ പറഞ്ഞു. സോ ദ ഓൺലി പ്രൈം ഫാക്ടറൈസേഷൻ 4n is 2 മാത്രമേ 4n പ്രൈം ഫാക്ടർ ഏത് മാത്രമേ കിട്ടത്തുള്ളൂ, 2 കിട്ടും, പക്ഷെ 5 കിട്ടത്തില്ല. ഒരു നമ്പർ 0 ആയിട്ട് എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായും 5 ആണ്. സോ 5 കിട്ടത്തില്ല. സോ ദ യൂണിക്നെസ് ഓഫ് ദ ഫണ്ടമെന്റൽ തിയറം, നമ്മൾ പറഞ്ഞു ഫണ്ടമെന്റൽസിന്റെ യൂണിക്നെസ്, the arithmetic guarantees that there are no other primes in the factorization of 4n. So the non-natural numbers n for which 4n end with the digit 0, not possible. Okay, not possible. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഞാൻ ഇൻട്രൊഡക്ഷൻ നമുക്ക് ഇത്രേ പറയുന്നുള്ളൂ. സോ ഇൻട്രൊഡക്ഷൻ നമുക്ക് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് ഈ ഒരു ചാപ്റ്ററിന്റെ ഓവറോൾ ഒരു ഐഡിയ തരാം. ഓക്കെ, ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്താൽ നമ്മൾ പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ റിയൽ നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കുന്നത്. ഇപ്പൊ റിയൽ നമ്പേഴ്സിൽ നമ്മൾ പറഞ്ഞു എന്താണ് റിയൽ നമ്പേഴ്സ്, ദ യൂണിയൻ ഓഫ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് പറഞ്ഞു, p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനും റാഷണൽ നമ്പേഴ്സ് പറയുന്നത്, എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനാണ് ഇറാഷണൽ നമ്പേഴ്സ് പറയുന്നത്. പിന്നെ ഇറാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ് എന്ത്, പൈ. അതുപോലെ തന്നെ ഇനിയുണ്ട്, നിങ്ങൾക്ക് അറിയാം √2 ഒരു റാഷണൽ നമ്പറാണ്, √3 ഒരു റാഷണൽ നമ്പറാണ്, √5 റാഷണൽ നമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ √6 ഒരു റാഷണൽ നമ്പറാണ്, √7 ഒരു റാഷണൽ നമ്പർ. ഓക്കെ, റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു 2 റാഷണൽ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞു.
പിന്നെ നമ്മൾ പഠിച്ചത് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്, മനസ്സിലായല്ലോ. അതെന്ന് പറഞ്ഞു ഫണ്ടമെന്റൽ തിയറം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എവറി കോമ്പോസിറ്റ് നമ്പർ can be expressed as the product of prime and this factorization is unique. That is a fundamental thing apart from the order in which the prime factors occur. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ തിയറം പറഞ്ഞു. പിന്നെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ 1. ഇതാണ് നമ്മുടെ ഈ ചാപ്റ്റർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തത് നമുക്ക് ഈ ചാപ്റ്ററിൽ ബാക്കി പഠിക്കാനുള്ളത് വാട്ട് ഈസ് HCF. HCF എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ വാട്ട് ഈസ് LCM. ഓക്കെ, HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അതുപോലെ തന്നെ ലീസ്റ്റ് കോമൺ ഫാക്ടർ ആണ് LCM. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിനെ തുടർന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഓക്കെ, അത് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഇക്വേഷനാണ് ദിസ് വൺ. HCF into LCM is equal to A into B. പിന്നെ നമ്മളിതിൽ ഫസ്റ്റ് എക്സസൈസ് വരുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് റീവിസിറ്റിംഗ് ദ ഇറാഷണൽ നമ്പേഴ്സ്. അതായത് ഇറാഷണൽ നമ്പേഴ്സ് ആണെന്നുള്ള പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് സെക്ഷൻസ് ആണ്. അവിടെ ഒരു തിയറം വരുന്നുണ്ട്, തിയറം 1.2, സെക്കൻഡ് തിയർ ആണ് ഇതിൽ. അതുപോലെ തന്നെ തിയറം 1.3 ആയിട്ട് ഒരു ജസ്റ്റ് ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, √2 ഈസ് ഇറാഷണൽ. ജസ്റ്റ് ഇങ്ങനെ പിന്നെ √3 ഈസ് ഇറാഷണൽ പ്രൂവ് ചെയ്യാൻ, ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ജസ്റ്റ് അതിൻ്റെ ഒരു അതിൽ ചില വേരിയേഷൻസ് ഉണ്ട്. 5 - √3 പോലുള്ളതും ചോദിക്കാറുണ്ട്. സോ അതിലൊരു എക്സസൈസ് 1.2. ദിസ് ഈസ് ദ ചാപ്റ്റർ. ഓക്കെ, അത്രേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കണം. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്, കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ദാറ്റ് ഈസ് ദ ചാപ്റ്റർ റിയൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് HCF, LCM, അതുപോലെ തന്നെ നമ്മളുടെ എക്സസൈസ്. ദാറ്റ്സ് ഫോർ ടുഡേ. See you tomorrow. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ